അപ്പം നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 രൂപയ്ക്കുള്ള ഇതുപോലത്തെ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞു. ഇതിനകത്തോട്ട് പൊട്ടിച്ച് വെച്ചേക്കുന്ന മാഗി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴിവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്തോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 2 മസാല കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചിട്ട് ഒരെണ്ണമാണ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഒരെണ്ണം നമുക്ക് പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ വെച്ച് നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് വേവിച്ചെടുക്കാം. നമ്മളെപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കവറിൻ്റെ നമ്മൾ മേടിക്കുന്ന കവറിൻ്റെ പാക്കറ്റിൻ്റെ പുറകിൽ മെഷർമെൻറ്റ് കാണും. എത്ര ഗ്ലാസ്സാണ് വെള്ളമാണ് ഒഴിക്കാനുള്ളത് അങ്ങനെ. അപ്പം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ആ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് നൂഡിൽസ് നല്ലതുപോലെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇപ്പം ഏകദേശം വെന്തിട്ടുണ്ട്. ഈ പരുവം വെള്ളം നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിനെ അടച്ചു വയ്ക്കണം. അടച്ചു വെച്ച് ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. കാരണം ഇത്രയും വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് സെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഇതിനെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചക്കറിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, കുക്കിംഗ് ഓയിലായിരുന്നാലും മതി, ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിനകത്തോട്ട് ഞാനിവിടെ ചേർക്കുന്നത് ഒരു 2 മീഡിയം സൈസ് സവാളയാണ്. അതുപോലെ തന്നെ 2 ക്യാരറ്റ്, പച്ചമുളകും പിന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ പച്ചക്കറി ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് കൂടുതൽ പച്ചക്കറി, വേറെ ഏതെങ്കിലും പച്ചക്കറി വേണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഈ പച്ചക്കറി വേകാൻ വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മുടെ നൂഡിൽസിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കാണും. അതുകൊണ്ട് പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മലക്കറി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലായിരുന്നോ ഈ നൂഡിൽസിനകത്തുള്ളത്, അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മസാല അതിനകത്തും ഒരു മസാല ഇതിനകത്തുമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് പച്ചക്കറിയിലൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ട് നല്ലൊരു മണവും കാണാം. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിലവർ ഇതിനകത്ത് സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നവരും ഉണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. സോയാ സോസോ ടൊമാറ്റോ സോസോ അങ്ങനെ ഒഴിച്ചാലും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മലക്കറി എല്ലാം ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ നൂഡിൽസൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ പച്ചക്കറികളൊക്കെ കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇതിനകത്തോട്ട് ഞാൻ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് 2 എണ്ണം. അപ്പോൾ നമുക്കിതിനകത്ത് വേറൊരു പാത്രത്തിൽ 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് കടഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് കടഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകം വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് പച്ചക്കറി എന്തും നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ പച്ചക്കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മുട്ടയൊന്ന് വരട്ടിയെടുക്കാം. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് മുട്ട ഞാൻ ഒഴിക്കുകയാണ്. മുട്ട നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ ചെറിയ ചെറിയ കട്ടകളായിട്ട് പൊടിച്ച് കൊടുത്ത് നമുക്കത് ഇങ്ങനെ ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇത് ഒരു 2 മിനിറ്റ് മതിയാകും. അപ്പോൾ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പച്ചക്കറിയിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന മാഗി ഇട്ട് കൊടുക്കുകയാണ്. മാഗി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട്
നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മുട്ട കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യേണ്ട, കാരണം മുട്ടയൊക്കെ ചിലപ്പം പൊടിഞ്ഞു പോകും. അപ്പോൾ അത് പുറമെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.